വിനയ് ഓരോ പടത്തിനും ലുക്സിൽ വരെയും ചേഞ്ച് കൊടുക്കുന്നത് മാത്രമല്ല, അതിനകത്ത് അഭിനയത്തിൽ പോലും ഇപ്പൊ ആൾക്കാര് മിമിക്രി കാണിക്കുന്നത് ഇപ്പോഴും വിനയുടെ പഴയ സാധനമാണ്. ഈ പുതിയ സംഭവങ്ങളിലുള്ള വിനയുടെ ഡയലോഗോ മോഡുലേഷനോ ഇപ്പോഴും പിടിക്കാൻ പറ്റില്ല. കാരണം അത് അത്രയും ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വന്നേക്കുന്നതും ഒരു സിനിമയുടെ കാര്യം പറയാനാണ്. അതിലേക്ക് വരാം. ലിജോ, ഞാനിപ്പോ ലിജോയുടെ പൊന്മാന്റെ ഇതിന് കണ്ടപ്പോഴും ചോദിച്ചത്, ലിജോയുടെ തേടി വരുന്നതാണോ ഇന്ത്യൻസ് ക്യാരക്ടേഴ്സ്, അതോ ഇന്ത്യൻസ് ക്യാരക്ടേഴ്സെ അഭിനയിക്കുള്ളൂ എന്നുള്ള തീരുമാനമാണോ എന്നുള്ളത്? ഇല്ല, അതാ സംശയം. അതിനൊരു സംശയം തീർക്കും. അതെ, ആ സംശയം തീർക്കും. പൊന്മാനും എന്തൊരു ബ്യൂട്ടിഫുൾ ക്യാരക്ടർ, ദ വേ യു ഹാവ് ഡൺ ഇറ്റ്. അത് എവിടെ ഏത് സമയത്ത് വേണേലും ഗ്രേയിൽ നിന്ന് ബ്ലാക്കിലോട്ട് പോകാൻ ഭയങ്കര സാധ്യതയുള്ള ഒരു ക്യാരക്ടർ. പിന്നെ എനിക്ക് ലിജോക്ക് ഇന്ത്യൻസ് ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന പോലെ പ്ലേ ചെയ്യാൻ പറ്റുന്ന നടിമാരാണ്. പിന്നെ നമ്മള് ലിജോനെ മറ്റേ ലൈറ്റ് ക്യാരക്ടറിൽ കാണാനൊരു ആഗ്രഹം, കാരണം തുടക്കത്തിൽ അങ്ങനെ കുറെ സാധനം അല്ലേ എനിക്കുണ്ട്. ഇപ്പൊ സംശയത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടറാണോ? എന്താണ് നമ്മൾ പറയണ സബ്ജക്ട് സീരിയസ് ആണ്, പക്ഷെ അത് പറഞ്ഞിരിക്കുന്ന രീതി കുറച്ച് രസകരമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഒന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ആട്ടം ഒരു ഉഗ്രം പടമാണെന്നുള്ള പറയാൻ ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ ലോകമെമ്പാടും 2024 ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ ലിസ്റ്റ് ഇട്ടപ്പോ അതിനകത്ത് ആട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. 2024 ആദ്യം ഇറങ്ങിയ സിനിമയായിരുന്നു, തുടക്കമായിരുന്നു. പിന്നെ വലിയ താരങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര പ്രൊഡക്ഷൻ വാല്യൂ അല്ലെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് ഒക്കെ പറയുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ മലയാളം എന്നും ഡ്രൈവ് ചെയ്തത് ബഡ്ജറ്റിലല്ല. മലയാളം എന്നും ഡ്രൈവ് ചെയ്തത് കോണ്ടന്റിലാണ്. കോണ്ടന്റും മികച്ച നടന്മാരും നടിമാരും ഉള്ളത് തന്നെയാണ് മലയാളത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ വളരെ ചുരുക്കം സിനിമകളെ നമ്മുടെ ഹൃദയത്തിന്റെ അടുത്ത് നയിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിനിമയാണ് സംശയം. അപ്പോ തലശ്ശേരിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വടകര ഭാഗത്ത് നടക്കുന്ന ഒരു കഥയാണ്. അവൻ ഭയങ്കര ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. വണ്ടർഫുൾ. ഒറിജിനൽ അമ്മയും റിയൽ അമ്മയും ഒരുമിച്ച് കണ്ടപ്പോ എന്തൊരു സന്തോഷം. നിരച്ചമ്മ ഹാപ്പി അല്ലേ? ബിബി മോൻ ഹാപ്പി അല്ലേ? ആവേശം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരൊറ്റ ഡയലോഗ് മതി നമുക്ക് തിരിച്ചറിയാനായിട്ട്. എല്ലാവർക്കും അത്ഭുതമായിരുന്നു ദർശനയുടെ അമ്മയാണത് എന്നുള്ളത് കേട്ടോ. നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതെന്ത് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന ആളാണ്, ആവേശത്തിലാണ് നമ്മളത്. വൈറസാണ് അതിനു മുമ്പ് പറഞ്ഞിരുന്നത്, പക്ഷെ ഇതാണ് എവിടെ ചെന്നാലും ആ ഒരു എല്ലാരും ഹാപ്പി അല്ലേ എന്നുള്ളതിൽ ചോദിക്കും. അതാ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടമ്മ. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളിനെ പറയട്ടെ, ഒറിജിനാലിറ്റിയുടെ ലെവൽ എവിടെയാണ് നമ്മൾ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം തന്നെ പിന്നീട് ഒരു ആഡായിട്ട്, അതായത് ഒരു ഇടിയപ്പത്തിന്റെ എങ്ങാണ്ട് ആഡായിട്ട് വന്നു. ആ സമയത്ത് പോലും ഇത് അതേ റിയൽ സാധനമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, ഇപ്പൊ ഒരു ആഡിലോട്ട് പോവാണെങ്കിൽ പോലും അവിടെയും എന്ത് റിയാലിറ്റിയിലാണ് ചെയ്യണത്. എത്രയോ വർഷം നാടകം ചെയ്തിരുന്നു അല്ലെ? 50 വർഷം. അത് കഴിഞ്ഞാണോ സിനിമയില് എൻട്രി? അതിന് മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടോ? സിനിമ ചെയ്തിട്ടില്ല. ഇപ്പതേ UK ഒരു ക്ലാസ്സില് ഇതിന്റെ മാത്രമായിട്ട് വന്നിരിക്കണു. ജയ അവരുടെ ക്ലാസ്സിലെ ചർച്ചാ വിഷയമായിട്ട് വന്നു. അവരുടെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. അത് കാരണം ഡൊമസ്റ്റിക് വയലൻസ് മറ്റേ അതിലാണല്ലോ. അതെ, അത് അമ്മ ആ ഡയലോഗ് പറഞ്ഞ നമുക്ക് തുടങ്ങാം. മറ്റേ എന്റെ മോനെ, അപ്പൊ എന്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ? നീ മിണ്ടായിരിക്കും അവിടെ. ജീവിതകാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടോണ്ട് ഇവിടെ കിടക്കാനോ? അനി നീ കേക്കണം കേട്ടോ. അയ്യോ, അടിയൊന്നും അല്ല, ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ടുകൊണ്ട് എന്നെ ചെറുക്കം തെറിച്ച് വീണത് അങ്ങ് ഗീതയുടെ പറമ്പിലാ. അവിടെ നിന്ന് വറക്കി എടുത്തോണ്ട് വന്നു. ഈ ചെറുക്കം കിഴങ്ങനായി പോകണ്ടല്ലേ ഇവിടെ എടുത്തിട്ട് തട്ടുന്നത്? വേറെ വല്ലയുടെ വന്ന് ഇതൊക്കെ നടക്കുവോ? കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.